ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ ഇന്നലൊരു അപകടമുണ്ടായിരുന്നു. 3 പേരുടെ മരണത്തിനിടയാക്കിയ ആ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അലക്ഷ്യമായി വാഹനമോടിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നാഗർകോവിൽ സ്വദേശി വിനേഷിന്റെ പേരിൽ മൂന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. രാഹുൽ വിജയനാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയൂ. അപകടത്തെക്കുറിച്ച് തന്നെ കൂടുതൽ വിവരങ്ങൾ പറയൂ. സ്മിത, ഈ വാഹനത്തിന്റെ അമിത വേഗതയും ഡ്രൈവറുടെ പരിചയക്കുറവും അലക്ഷ്യമായി വാഹനം ഓടിച്ചതുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് ഇന്നലെ തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും പറഞ്ഞിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ ഡ്രൈവർ വിനേഷിന്റെ, തമിഴ്നാട് സ്വദേശിയാണ് വിനേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അലക്ഷ്യമായി വാഹനം ഓടിക്കൽ, അതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ വകുപ്പുകൾ ചേർത്താണ് ഈ വിനേഷിനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 3 പേരുടെ മരണത്തിനാണ് ഈ വിനേഷിന്റെ അലക്ഷ്യമായ വാഹനം ഓടിക്കൽ ഇടയാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ 3 വിദ്യാർത്ഥികളാണ്, 19 വയസ്സുള്ള 3 വിദ്യാർത്ഥികളാണ് ഇന്നലെ ഈ ബസ് അപകടത്തിൽ മരിച്ചത്. ഈ 3 പേരുടെ മൃതദേഹം ഇന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. നിലവിൽ 22 പേർ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ തേനി മെഡിക്കൽ കോളേജിലാണ്, ഒരാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ വാഹനത്തിന്റെ സാങ്കേതിക തകരാറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പും ബസ് വിശദമായി പരിശോധിക്കും.